ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ചായക്ക് 4 മണി ചായക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ ഈസ്റ്റും വെള്ളവും എല്ലാം കൂടി മാവിലേക്ക് ചേർക്കുക. അതിലേക്ക് ഒരു കോഴിമുട്ടയും ഇളം ചൂടുള്ള 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാൽ എനിക്ക് 1 കപ്പ് വേണ്ടിയൊന്നുമില്ല, കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് ഒരു 2 മണിക്കൂറത്ത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ വറ്റൽമുളക് ചതക്കിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഒരുപാട് അരിഞ്ഞു പോകരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുത്തിയുടച്ച് കൊടുക്കുക. നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ചൂട് കൊള്ളുമ്പോൾ തന്നെ ഒന്ന് കട്ടയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുത്തിയുടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മളിത് അടച്ചു വയ്ക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാകും. ഫ്ലെയിമിനനുസരിച്ചിട്ട് ചിലർക്ക് 5 മിനിറ്റോ 7 മിനിറ്റോ ഒക്കെ എടുക്കുള്ളൂ. എനിക്കൊരു 7 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ചില ഫ്ലെയിമിനനുസരിച്ച് 10 മിനിറ്റ് ഒക്കെ എടുക്കും. ഇപ്പോൾ അതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ സോസൊക്കെ ഒന്ന് വെറ്റി വരുന്ന സമയത്ത് അതിലേക്ക് 1 കൈപ്പിടിയോളം വരുന്ന മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം 2 പോർഷനായിട്ട് തിരിക്കാം. അതിൽ ഒരു പോർഷൻ നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിതൊരു ഫ്രൈ പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഓവനിലൊന്നുമല്ല, ഫ്രൈ പാനിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രൈ പാനിൽ അല്പം ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവ് അതിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു 3 ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പകരം കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ടേസ്റ്റ് കൂട്ടിയാലും മതിയാകും. പിന്നെ അടുത്ത പോർഷൻ എടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആദ്യം പരത്തിയ മാവിൻ്റെ അടിയിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുന്നത് നമ്മുടെ എഗ്ഗ് യോക്ക് ചേർക്കുന്നുണ്ട്. ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാനും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഇതൊന്നിങ്ങനെ വരഞ്ഞെടുക്കുന്നത്. ഒരു എഗ്ഗ് യോക്ക് എടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില മാത്രം ഉള്ളെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യുക. കാണാൻ ഒരു ഭംഗിയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നമ്മളിതൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക, പഴയ പാന്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പാൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ വളരെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നല്ലൊരു വെറൈറ്റി സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.